ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കേരളത്തിലെ SDPIയുടെ ജില്ലാ പ്രതിനിധി സഭകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ് പ്രതിനിധി സഭ കഴിഞ്ഞു, സ്റ്റേറ്റ് ഭാരവാഹികളേക്ക് തീരുമാനിച്ചു, പുതിയ നേതൃസ്ഥാനത്തേക്ക് വന്നു. അതുപോലെ എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് നടന്നു, ഇന്നലെ നടന്നു. അതുപോലെ തന്നെ ആലപ്പുഴ കഴിഞ്ഞു, പത്തനംതിട്ട കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, വയനാട് കഴിഞ്ഞു, മലപ്പുറവും കോഴിക്കോടും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഓരോ ജില്ലകളിലൂടെയും നേതൃത്വങ്ങൾ ഇങ്ങനെ പുതിയതായിട്ട് ചുമതല ഏറ്റുകൊണ്ടിരിക്കുകയാണ്. SDPI സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 വർഷം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പേരിൽ ഒരുപാട് ആളുകളുടെ നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ തന്നെ രക്തസാക്ഷികൾ, പ്രത്യേകിച്ച് ആലപ്പുഴയിലും പാലക്കാടും ഒക്കെ സംസ്ഥാന സെക്രട്ടറിയും പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ കൊല്ലപ്പെടുന്നു. RSSന്റെ കൈകളൊക്കെ കൊല്ലപ്പെടുന്നു. ഒരുപാട് നേതാക്കന്മാർ അറസ്റ്റ് വരിക്കുന്നു. നമുക്കറിയാം, പാലക്കാടൊക്കെ ആണെങ്കിൽ ഓരോ ദിവസവും ഓരോ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. NIA, ക്രൈംബ്രാഞ്ച്, ലോക്കൽ പോലീസ് തുടങ്ങിയ ആളുകൾ ഓരോ ദിവസവും ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന, പ്രവർത്തകരില്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വരുന്നവരെ ഭയപ്പെടുത്തി പിന്മാറ്റിക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു ഭരണകൂട സംവിധാനങ്ങൾ ഈ 2 ജില്ലയിലും വന്നത്. പാലക്കാട് നമുക്കറിയാം, സുബൈർ സാഹിബ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ, ഒരു നേതാവിനെ RSSകാര് പകല് ഒരു റമളാൻ മാസത്തില് ജുമാ കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ വാഹനം തിരിച്ചിടുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദാരുണമായ സംഭവം പാലക്കാട് ഉണ്ടാവുന്നു. അതിനുശേഷം പാലക്കാട് SDPIയെ വേട്ടയാടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും NIAയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടാവുന്നത്. SDPIയുടെ തന്നെ മുൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സമിതി അംഗമായിരുന്ന അമീർ അലിയെ ഇപ്പോഴും അദ്ദേഹം ജയിലിലാണ്, തടവറയിലാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ, ഒരുപാട് പ്രവർത്തകരെ പലതരം കേസുകളിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പാലക്കാട് പോയിരുന്നു. ആ പാലക്കാട് എന്നിട്ടും അവർ ഇവിടെ പ്രവർത്തിച്ചു, അവർക്ക് അവിടെ ജനപ്രതിനിധികൾ ഉണ്ടായി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കുകയും BJPയെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് SDPI ഇവിടെ വളരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ SDPIയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ പ്രതികൂല സമയത്തും പാലക്കാട് വളരുക അല്ലെങ്കിൽ പാലക്കാട് പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന് പറയുന്ന വലിയ സമകാലമായ പണിയിൽ നിന്ന് അവര് വളരെ ടീം പൂർത്തിയാക്കി പുതിയ നേതൃത്വങ്ങൾ വന്നിരിക്കുകയാണ്. പ്രസിഡന്റായിട്ട് സഹീർ ചാലിപ്പുറം അദ്ദേഹം തന്നെയായിരുന്നു കഴിഞ്ഞ ടീമിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഈ പ്രതിസന്ധി കാലത്തും പാർട്ടി ജില്ലയിൽ നയിച്ചിരുന്നത്. ജനറൽ സെക്രട്ടറി ആയിട്ട് ബഷീർ മൗലവിയെയും, ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ട് ബഷീർ കൊമ്പത്തെയും, ട്രഷററായിട്ട് AY കുഞ്ഞു മുഹമ്മദിനെയും, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരായിട്ട് KT അലവി, ഷെരീഫ് അത്താണിക്കൽ തുടങ്ങിയ ആളുകളെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ് ഇതിന് നേതൃത്വം നൽകി. അതുപോലെ തന്നെ ഇവരുടെ പാലക്കാട് ഷൊർണൂരായിരുന്നു പൊതുസഭ ഉണ്ടായിരുന്നു. ഷൊർണൂരിൽ വലിയൊരു സ്വീകരണവും വലിയൊരു സമ്മേളനവും ഒക്കെ പ്രോഗ്രാമിന് ശേഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഈ പ്രതിനിധി സഭയിൽ 6 പ്രമേയങ്ങൾ പാസ്സാക്കിയുണ്ടായി. ഒന്ന്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ വില നിയന്ത്രിക്കാന്ന് പറഞ്ഞൊരു പ്രമേയം. അതുപോലെ തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പയാങ്കൽ സ്റ്റേഷൻ ആക്കണം. അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ഭൂമി കയ്യേറ്റം അവസാനിപ്പിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണുക, കരിമ്പ പനയമ്പാട അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുക, നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ PR സിയാദിന്റെ ഒരു ഗംഭീരമായ പ്രസംഗവും ഇന്നലെ ഉണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ചത്, പ്രസംഗത്തിൽ പറഞ്ഞത് BJP മാത്രമല്ല വിദ്വേഷം പരത്തുന്നത് CPM ആണ്. കാരണം CPM 2019 ശേഷം നേരിട്ടുകൊണ്ടിരിക്കുന്ന പരാജയങ്ങൾ മുസ്ലിങ്ങളാണ് കാരണക്കാർ എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം വിദ്വേഷം CPM ഇവിടെ പരത്തുകയാണ് ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ BJP മാത്രമാണ്, RSS മാത്രമാണ് മതവിദ്വേഷം പരത്തുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഇവിടുത്തെ മതേതരത പാർട്ടിക്കാരും അതിൽ മുൻപന്തിയിലാണ്. അതുകൊണ്ടാണ് LDFന്റെ കൺവീനറായ P മോഹൻ, കോഴിക്കോട് ജില്ലാ CPMന്റെ സെക്രട്ടറിയായ മോഹനൻ, ഇവിടെ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യായാമ സംഘത്തിനെതിരെ, എന്താണ് മാക്സ് 7, അതിൽ തീവ്രവാദം കണ്ടെത്തുന്നത്.
അതിന് ഭീകരവാദം കണ്ടെത്തുന്നത് ഇടതുപക്ഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിങ്ങൾ സംഘടിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ സംഘടിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ സംഘടിച്ചാൽ വലിയ അപരാധ. മുമ്പ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് ഗെയിലിന്റെ സമരം നടന്നപ്പോൾ, നാഷണൽ ഹൈവേ സമരം നടക്കുമ്പോൾ, കോഴിക്കോട് ആവിക്കൽ തോട് സമരം നടക്കുമ്പോൾ, ഈ സമരത്തിലൊക്കെ പങ്കെടുക്കുന്നത് പർദ്ദ ധരിച്ച സ്ത്രീകളാണ്. കൂടുതൽ വനിതാ സമരത്തിൽ, ജനകീയ സമരങ്ങളിൽ സാന്നിധ്യം മുസ്ലിം പ്രദേശത്തിലൂടെ കടന്നു പോരുമ്പോൾ, തങ്ങളുടെ വീട് നഷ്ടപ്പെടുമ്പോൾ, തങ്ങളുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വേവലാതി കൊണ്ട് അതിന് ജാതിയോ മതമോ ഒന്നും നോക്കാതെ, ആരാണ് സമരം നയിക്കുന്നതെന്നും നോക്കാതെ, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സ്വത്തും തങ്ങളുടെ ഭവനവും സംരക്ഷിക്കാൻ വേണ്ടി അവരിറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിൽ മതവും ജാതിയും തിരയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. പല ഘട്ടങ്ങളിലും അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. എങ്ങനെ ഇടതുപക്ഷത്തിന് ഇങ്ങനെ വർഗീയപരമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നു? തിരുത്തപ്പെടേണ്ടതുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് LDF-ന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ആ തിരിച്ചടി നേരിട്ടതിൽ മുസ്ലിങ്ങൾ എന്തോ പാതകം ചെയ്ത പോലെയാണ് ഇവരുടെ രാഷ്ട്രീയ ചർച്ചകളിൽ, ഇവരുടെ രാഷ്ട്രീയ നിരീക്ഷണം, തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളിൽ. അതുകൊണ്ട് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് തിരിച്ചു പിടിക്കാൻ ആകെ ഒരു മാർഗമുള്ളൂ. മാർഗം എന്താ? മുസ്ലിങ്ങൾക്കെതിരെ പറയുക, മുസ്ലിങ്ങളെ ഭീകരന്മാരാക്കുക, മുസ്ലിങ്ങൾ സംഘടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കൺക്ലൂഷനിലാണ്, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ് CPM എത്തപ്പെട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ ഇവിടത്തെ ജനങ്ങൾ പുറങ്കാല് കൊണ്ട് തള്ളുന്നത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. ഇവിടെ കറണ്ട് ചാർജ് എത്രയാ? വിലക്കയറ്റം എത്രയാ? കുടിവെള്ളത്തിന് വില എത്രയാ? സാധാരണ ഓട്ടോ ഓടുന്ന ഓട്ടോറിക്ഷക്കാരന്റെ ടാക്സ് എത്രയാ? എന്തെല്ലാം ടാക്സുകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്? ഇരട്ടിയിലധികം വർധനയല്ലേ ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ളത്? ക്ഷേമ പെൻഷനുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? മലപ്പുറത്തെ കുട്ടികൾ ഉൾപ്പെടെ മലബാറിലെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സീറ്റുകൾ നൽകാൻ സാധിക്കുന്നുണ്ടോ? ഇവിടത്തെ ആശുപത്രികളിൽ ആവശ്യമായ മരുന്നുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒഴിവുകൾ നികത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പകരം എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തങ്ങളുടെ സഖാക്കളെ പിൻവാതിലുകൾ നിയമനങ്ങൾ നടത്തിക്കൊണ്ട് അവർ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ തള്ളാൻ വേറെന്തെല്ലാം കാരണം വേണം? പാലക്കാടിനെ നയിക്കാൻ പുതിയ നേതൃത്വം SDPIക്ക് ഉണ്ടായിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും.